ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എല്ലാവർക്കും സ്വാഗതം, പ്രണാമങ്ങൾ. നമ്മൾ ഇന്ന് ആചാര്യ സ്വാമികളുടെ അതിവിശിഷ്ടമായ സ്തോത്രരത്നമായ സൗന്ദര്യ ലഹരിയിലെ 6ാമത്തെ ശ്ലോകത്തെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. 6ാമത്തെ ശ്ലോകത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് നമ്മളൊന്ന് ചിന്തിക്കാം. മുൻ ശ്ലോകത്തില് എന്ന് പറയുമ്പോൾ 5ാമത്തെ ശ്ലോകത്തില് പ്രതിപാദിച്ച വിഷയം തന്നെയാണ് ഈ ശ്ലോകത്തിലും പ്രതിപാദിക്കുന്നത്. പക്ഷേ ചില ഉദാഹരണങ്ങൾ കാണിച്ചാണ്. പരാശക്തിയുടെ കൃപാ കടാക്ഷം ഉണ്ടായാൽ അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടായാൽ ശാക്തേയ ഉപാസകന്, ദേവി ഭക്തന് ലഭിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന വിഷയം ഇവിടെ കാമദേവന്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് വ്യക്തമാക്കുകയാണ് ആചാര്യസ്വാമികൾ. കഴിഞ്ഞ ശ്ലോകവുമായിട്ട് ബന്ധമുണ്ട്. അതായത് പരാശക്തിയുടെ കൃപാകടാക്ഷം, അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായാൽ ഭക്തന് ഏത് ആഗ്രഹവും സാധിക്കും എന്നാണ് ശ്ലോകത്തില് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കാമദേവന്, രതീദേവിയുടെ ഭർത്താവിന് ശരീരവുമില്ല, അംഗവുമില്ല, ശരീരാംഗങ്ങളുമില്ല. ശരീരം ഉണ്ടെങ്കിലല്ലേ അംഗങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ കാമദേവന് ഈ ലോകത്തെ ജയിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ് ആചാര്യസ്വാമികൾ. എങ്ങനെയാണ് കാമദേവന് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കുന്നത്? നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. ഒരുവനോട് പോരാടി ജയിക്കണമെങ്കിൽ ഒരു യോദ്ധാവിന് യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അതിന് യോജിക്കുന്ന, അതല്ലെങ്കിൽ വിശേഷങ്ങളായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്നാൽ ഈ കാമദേവൻ ഈ ലോകത്തെ ജയിക്കുന്നത്, അഥവാ ഈ ലോകത്തെ തോൽപ്പിക്കുവാൻ ഈ കാമദേവന്റെ കയ്യില് ആയുധമായിട്ടുള്ളത്, അതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. കയ്യിൽ ആയുധമായിട്ടുള്ളത് പുഷ്പം കൊണ്ട് നിർമ്മിച്ച വില്ലാണ്. ആലോചിച്ച് നോക്കൂ, വില്ല് പുഷ്പം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ വില്ലിന്റെ ഞാണ് എന്ന് പറയുന്നത് വണ്ടിന്റെ നിരകളാണ്. അതുകൊണ്ടാണ് ആ വില്ലിന്റെ ഞാണുണ്ടാക്കി. ഇനി ഈ വില്ലിൽ നിന്നും തൊടുത്തു വിടുന്ന അമ്പുകളോ ആകെയായിട്ട് 5 എണ്ണമേ ഉള്ളൂ. മറ്റൊരു വിഷയം, യുദ്ധ സഹായത്തിനായിട്ട് ഉള്ളത് സാമന്തൻ എന്ന് പറയും. പഴയകാലത്ത് യുദ്ധത്തിന് സഹായിക്കുന്നവരെ, ആ സഹായി എന്ന് പറയുന്നത് വസന്ത ഋതുവാണ്. അതൊരു രസന്റെ പ്രത്യേകതയുണ്ട്. ഇനി യുദ്ധം ചെയ്യുവാനുള്ള രഥം എന്ന് പറയുന്നത്, നമുക്കൊക്കെ ആധുനിക കാലഘട്ടത്തില് വിമാനങ്ങളൊക്കെ ഉണ്ടല്ലേ, ബോംബ്, എന്തൊക്കെ അത്യാധുനിക ആയുധങ്ങളാണ് ഒരു പോരാളിയോട് പോരാടുവാൻ, യുദ്ധം ചെയ്യുവാനുള്ളത്. പക്ഷെ ഇവിടെ കാമദേവന് യുദ്ധം ചെയ്യുവാനുള്ള രഥം എന്നുള്ളത് തന്നെ മലയമാരുതനാണ്. സംഗതികൾ ഇങ്ങനെയൊക്കെയാണ്. ഈ കാമദേവന് ഇനിയൊരു പ്രത്യേകത, ശരീരവുമില്ല. അങ്ങനെ വരുമ്പോ ശരീരാംഗങ്ങളും ഇല്ല. എന്നിട്ടും
കാമദേവൻ ഏകനായിട്ട് ഈ ലോകത്തെ ജയിക്കാൻ സമർത്ഥനായിത്തീരുന്നു. എന്തുകൊണ്ട്? ഒരു ചോദ്യമാണ്. അവിടെയാണ് പറയുന്നത്, പരാശക്തിയുടെ കൃപാ കടാക്ഷം ലഭിച്ചത് കൊണ്ടാണ് കാമദേവന് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കുന്നത്. അതാണ് ദേവിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായാൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുവാൻ ആചാര്യസ്വാമികള് അതിന് കാരണം. നമുക്ക് ആ ശ്ലോകത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കാം. അതായത് ധനു പൗഷ്പം മൗർവീ മധുകരമയി എന്നാണ് ശ്ലോകം. അങ്ങനെയാണ് തുടങ്ങുന്നത്. ധനു എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലാണ് അല്ലെ? അത് പുഷ്പമാണ്. ധനു പൗഷ്പം മധുകരമയി, മൗർവി മധുകരമയി എന്നാണ്. മൗർവി എന്ന് പറഞ്ഞാൽ ഞാണ്. അത് വന്നിട്ട് മധുകരമയി വണ്ടുകളാണ്. വണ്ടുകളുടെ നിരങ്ങനെ വെച്ചിട്ടാണ് ആ വില്ലിന്റെ ഞാണുള്ളത്. ശരിക്കുള്ള അമ്പുമല്ല, വില്ലുമല്ല. അതാ രസം. പിന്നെയോ ഈ ആയുധം അല്ലെ അമ്പ് എന്ന് പറയുന്നത് 5 എണ്ണമാണ് ഉള്ളത്. ഇനി വസന്ത സാമന്തനാണ്. സാമന്തൻ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ സഹായിക്കുന്ന ആളാണ്. അപ്പോ കാമദേവന് സഹായിയായിട്ടാണുള്ളത് എന്നറിയോ? വസന്ത ഋതുവുമാണ്. ഇനി ഒരു ആർമി യോദ്ധാവ് അല്ലെ പട്ടാളക്കാരൻ യുദ്ധത്തിന് പോകുമ്പോൾ പോർ വിമാനങ്ങള് അല്ലെങ്കിൽ നല്ല നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ജീപ്പ് അങ്ങനെ പലതും ഉണ്ടാവില്ലേ? പക്ഷേ ഇവിടെ കാമദേവന് പോരാടുവാൻ പോകുമ്പോഴുള്ള രഥം എന്ന് പറയുന്നത് മലയമാരുതനാണ്. എന്നിട്ടും തഥാപ്യേക സർവം ഹിമഗിരിസുതേന, തഥാപി ഇങ്ങനെയൊക്കെയാണെങ്കിലും തഥാപി ഇയാൾ ഏകനാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ദേവി കാമപി കൃപാമപാങ്കാത്തേ ലബ്ധ്വാന, നിന്നിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ എന്താ പറയണ കരുണാർദ്രമായ അപാങ്കാത്തേ എന്ന് പറഞ്ഞാല് നിന്നിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ കരുണാർദ്രമായിട്ടുള്ള ആ നോട്ടം കൊണ്ട്, ആ കൃപാ കടാക്ഷം കൊണ്ട് അത് നേടിയിട്ടാണ് ജഗതിതമനങ്കോ വിജയതേ. ഈ ജഗത്ത് അനങ്കൻ, കാമദേവന്റെ മറ്റൊരു പേരാണ് ശരീര അംഗങ്ങളില്ലാത്തവെന്നർത്ഥം. ഈ അനങ്കൻ ഈ ലോകത്തെ ജയിക്കുന്നത് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകം ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ അതിന്റെ മലയാള പരിഭാഷയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ധനു പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖ വസന്ത സാമന്തോ മലയമരുതായോ ധനരഥ തഥാപ്യേക സർവം ഹിമഗിരിസുതേ കാമാപി കൃപാമപാങ്കാത്തേ ലബ്ധ്വാ ജഗതിതമനങ്കോ വിജയതി. മനോഹരമായിട്ടുള്ള ആ മലയാള പരിഭാഷയൊന്ന് കേട്ടു നോക്കൂ. ഒക്കെ പൂവാണുവില്ലും ശരമതു വെറുമഞ്ചാണു വണ്ടാണു ഞാണും തെക്കൻ കാറ്റാണു തേരും സുരഭി സമയമൊന്നാണു കാണും സുഹൃത്തും നിൽക്കട്ടെ ഗാഗിയാണെങ്കിലുമായി ഗിരിജേ നിൻ കടാക്ഷത്തിലേതോ കൈ കൊണ്ടും കൊണ്ടനങ്കൻ ഭുവനമഖിലവും നിന്നു വെല്ലുന്നുവല്ലോ. ഈ ശ്ലോകം ശ്രവിച്ച, ഈ വ്യാഖ്യാനം ശ്രദ്ധിച്ചു കേട്ട
എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.